ഇപ്പൊ എത്ര LKG? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിലായോ? പക്ഷെ അമ്മ പറഞ്ഞു LKG ആണെന്ന്. സിനിമയിലുണ്ട്. അമ്മ സിനിമയിലുണ്ടോ? ചേച്ചി കണ്ടില്ലല്ലോ. ചേച്ചി ഏറ്റവും കൂടുതൽ ആരായിട്ട് എപ്പോഴും അടികൂടാ? ആണോ? റോഷൻ ചേട്ടനായിട്ടാണോ? ഇപ്പൊ ഒരു പാട്ട് പാടണം. വേടന്റെ പാട്ട്. വേടനെ ഭയങ്കര ഇഷ്ടാണോ? വേടനെ കണ്ടിട്ടുണ്ടോ? ചിരിച്ചൊന്നുമില്ല. വേടൻ ചിരിച്ചില്ലേ? ഞാൻ ചിരിച്ചില്ല. എന്നെ കറുമ്പിയെ കണ്ണി കുടിയെ മരിച്ചു എണ്ണാമ്പറങ്ങേ ആ എണ്ണാമ്പറങ്ങേ എപ്പോ തൊട്ട് മാനിക്കിട്ടെ കണ്ടുപിടിച്ചവൾ. ഇത് വിങ്കാണോ? ശരിക്കുള്ള മുടിയാണോ? ഇല്ല, ശരിക്കുള്ള മുടിയല്ല. പറ്റത്തില്ല. ഒറിജിനൽ. എന്തൊക്കെ ചെയ്യും ഹെയറില്? ഷാമ്പു തേക്കാൻ. ഓക്കെ. സോപ്പ് തേച്ചാ ഫുള്ളും മുടി പോവും. ഓക്കെ. ഷാമ്പു മാത്രം മേടിച്ചാ പോത്തില്ല. അമ്മന്റെ ഒരു ബേബി ഷാമ്പു മേടിച്ചിരുവോ? മേക്കപ്പ് ഒക്കെ ഉണ്ടോ? അയ്യോ സത്യമായിട്ട് വീഡിയോ കണ്ടാലേ മേക്കപ്പ് ആരാ പുട്ടിയടിക്കണേ? അമ്മ. അത് ശരി. നന്ദുട്ടിന്റെ മേക്കപ്പ് ഒക്കെ അമ്മയാണ് കൊണ്ടുപോണേ. അവര് പറയാൻ ഞങ്ങളെ പേടിയേ ഇല്ലാന്ന്, ആരെയും പേടിയില്ലാന്ന്. അങ്ങനെ പറഞ്ഞു നന്ദുട്ടി. അങ്ങനെ പറഞ്ഞു. പേടി ഉണ്ട്. ഡാൻസില് എന്തൊക്കെ പഠിച്ചു? ഒരു സ്റ്റെപ്പ് പഠിപ്പിക്കും ചേച്ചിനെ. എനിക്ക് നന്ദുട്ടിക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? പേടിയില്ല. എനിക്ക് പേടിയാ. എനിക്കൊരു നന്ദുട്ടി ഒരു മാജിക് ഒക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കാണിക്കാവോ മാജിക്ക? ഓക്കെ. ഈ കവർ മാത്രം ഇതിനുള്ളൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നില്ല. അതെവിടെ പോയി? ഹായ്, ഹലോ, നമസ്കാരം. സൈനാസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു വലിയ മിടുക്കിയാണ്. ആള് ചെറുതാണെങ്കിലും നമുക്കത് വലിയ മിടുക്കിയാണ്. ഹായ്. ഇതാരാ? ഇത് എന്തിനാ ഇവിടെ വന്നിരിക്കണേ? അറിയോ? എന്നെ അറിയോ നന്ദുട്ടിക്ക്? ആരാ? ഞാൻ എൻ്റെ സാരിയൊക്കെ കൊടുത്തു വന്നപ്പോൾ കുട്ടിക്ക് ടീച്ചറാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സ്കൂളിലെല്ലാം പോകാൻ തുടങ്ങിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നോ? സ്കൂളിൽ എന്തിനാ പോണേ നമ്മള്? പഠിക്കാനോ? ഷോ, എന്തൊക്കെ പഠിച്ചു സ്കൂളിൽ പോയിട്ട്? വൺ മാത്രമേ? ബാക്കി പഠിച്ചില്ല? 1 മാത്രം. ഇപ്പൊ എത്ര LKG? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സോ? 4ാം ക്ലാസ്സിലായോ? ശരി, വലിയ കുട്ടിയായി. പക്ഷെ അമ്മ പറഞ്ഞു LKG ആണെന്ന്. അതെ, ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ച ചേച്ചി ഇന്ന് സിനിമ ഉണ്ട്, റോന്ത് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടേ. അപ്പൊ ഞാൻ നോക്കുമ്പോ നന്ദൂട്ടിനെ പോലെ ഒരാൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ടായിരുന്നോ സിനിമ? കണ്ടില്ല? കണ്ടോ? ഓക്കെ. അതിൽ ശരിക്കും നന്ദൂട്ടിയാണോ അഭിനയിച്ചേ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അഭിനയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത അഭിനയായിരുന്നു. ആരെയാ അഭിനയിക്കാനൊക്കെ പഠിപ്പിച്ചേ? ആരത്? ആ ചൂണ്ടുന്ന ആരെയാ? അമ്മയാണോ പഠിപ്പിച്ചേ? അമ്മ ഓരോ സ്ഥലത്ത് അങ്ങനെ അഭിനയിക്കണ്ടെന്നൊക്കെ പറഞ്ഞു തരും. ഡോട്ടറോ? എന്താ ഉദ്ദേശിച്ചേ? സിനിമയിലുണ്ട്. അമ്മ സിനിമയിലുണ്ടോ? ചേച്ചി കണ്ടില്ലല്ലോ. ചേച്ചി ഓക്കെ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഓക്കെ, ഞാൻ നോക്കുമ്പോഴേ ബൈക്കിലൊക്കെ ഇരുന്നിട്ട് ചോക്ലേറ്റ് വേണം, റോഷൻ ചേട്ടനോട് ചോക്ലേറ്റ് വേണം, മുട്ടായി വേണം, കളിപ്പാട്ട് വേണം, ട്രീ വേണം, സ്റ്റാർ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വാങ്ങി തന്നായിരുന്നു ഇതൊക്കെ? ഒന്നും വാങ്ങി തന്നില്ല. എനിക്കൊരു നന്ദുട്ടി ഒരു മാജിക് ഒക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കാണിക്കാവോ മാജിക്ക? ഓക്കെ. ഈ കവർ മാത്രം ഇതിനുള്ളൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നില്ല. അതെവിടെ പോയി? കഴിച്ചു. ഓക്കെ. എനിക്ക് വേറെ ചോക്ലേറ്റ് എന്നാ വേറെ മാജിക് കാണിച്ചു തരോ? ഇതല്ലാതെ വേറെ ഏതൊക്കെ മാജിക് അറിയാം നന്ദൂട്ടിക്ക്? അതെന്താ? ഇലുമിനാറ്റി ആണോ? എന്ത്? ഓക്കേ, അതെങ്ങനെ ആക്ക? ചേച്ചിനെ പഠിപ്പിക്ക്. ഓക്കെ. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഈ അഭിനയിക്കാൻ എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? കുറേ ദിവസം ഉണ്ടായിരുന്നോ? 10 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു ഷൂട്ട് നടന്നതെന്ന് അറിയോ? അറിയില്ല, നമുക്കതൊന്നും അറിയില്ല. ഓക്കെ. ഇപ്പൊ എത്ര സിനിമയിൽ അഭിനയിച്ചു നന്ദുട്ടി? ഒരു സിനിമയിൽ അഭിനയിച്ചു നന്ദുട്ടി? ഒരു സിനിമയിൽ. പക്ഷെ ഉണ്ടല്ലോ, ഭയങ്കര അഭിനയായിരുന്നല്ലോ. ഭയങ്കര രസമായിട്ട് അഭിനയിച്ചു. കരയുന്നുണ്ടായിരുന്നു. പനിയൊക്കെ പിടിച്ചിരിക്കായിരുന്നു അല്ലേ? അതൊക്കെ അഭിനയായിരുന്നോ?
ഒറിജിനൽ പനി. ഒറിജിനൽ പനിയായിരുന്നോ? ശരിക്കും പനി പിടിച്ചായിരുന്നു അമ്മ? അത് ശരി, അതായത് നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു പനി വരുത്തിച്ചു അല്ലേ? ഏതോ ഛർദിക്ക് റിയൽ ആയിട്ട് വന്നോ? ശരിക്കും വന്നതാണോ? ഛർദിച്ചാണോ? കഞ്ഞിയായിരുന്നോ? ട്രിക്ക്. ഞങ്ങളെല്ലാം പുറത്തുകൊണ്ടിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? ഈ അമ്മയായിട്ട് അഭിനയിച്ചത് ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണോ? ഭയങ്കര ഇഷ്ടാണോ? എന്റെ അമ്മേ, കൊറേ കഥകൾ കൊച്ചിന് പറയാനുണ്ട് കേട്ടോ. പറഞ്ഞോ, ഓരോന്നായിട്ട് പറഞ്ഞോ. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട്? സൂപ്പർ ആയിരുന്നോ? എത്ര എല്ലാരായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഇഷ്ടമാണോ? ഏറ്റവും കൂടുതൽ ആരായിട്ട് എപ്പോഴും അടികൂടാ? ആണോ? റോഷൻ ചേട്ടനായിട്ടാണോ എപ്പോഴും അടികൂടാ? ഒന്നും വാങ്ങിക്കുന്നില്ല കൊച്ചിന്? ഇല്ല ഇല്ല. ഈ അഭിനയിക്കാൻ പോകുന്ന സമയത്തെ അമ്മയാണോ വന്നിട്ട് ഓരോന്നും പറഞ്ഞുതരാം ഇങ്ങനെ അഭിനയിക്കണം? നമ്മുടെ റിയൽ അമ്മ, കൊച്ചിന്റെ അമ്മ, ദേ അവിടെ ഇരിക്കുന്ന അമ്മ. കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഇതൊക്കെ ആക്ടിങ് ആണോ? ദേഷ്യാണ്. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞ ഓരോന്നായിട്ട് കാണിച്ചു തരാവോ? ചേച്ചിക്ക് അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം സിനിമയിലൊക്കെ അഭിനയിച്ച ആളല്ലേ, അപ്പൊ ചേച്ചിനൊന്ന് അഭിനയിക്കാൻ പഠിപ്പിക്കാവോ? എങ്ങനെയാ ശരിക്കും അഭിനയിക്കാൻ? എങ്ങനെയാ ചെയ്യേണ്ടത്? സിനിമയിൽ പോയിട്ട് വന്നാൽ മതി. അല്ല, ചേച്ചിക്ക് സിനിമക്ക് പോണം, അപ്പൊ ഒന്ന് അഭിനയിക്കാവോ? ഇല്ലടാ, ഞാൻ പാവല്ലേ, എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനല്ലേ അറിയൂ, സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ലല്ലോ. ഓക്കെ, പോരേ. റോന്ത് ഇപ്പൊ ഭയങ്കര ഫേമസ് അല്ലേ? നന്ദുട്ടിനെ അറിയാത്തവരാരും ആയിട്ടില്ല. ഓ, തിയേറ്ററിലോ? വീട്ടിനടുത്തുള്ള തിയേറ്ററിലോ? ഈ സിനിമ കണ്ടിട്ട് അച്ഛനും അമ്മ എന്താ പറഞ്ഞേ? സിനിമ നമ്മൾ കാണാൻ പോയിട്ട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടില്ലേ എല്ലാരും കൂടെ? കരയോ? കരഞ്ഞോ? ആരാ കരഞ്ഞേ? സിനിമ കണ്ടാലേ കരയും. ശരി ശരി. നന്ദുട്ടി കരഞ്ഞായിരുന്നോ? ഇല്ല, നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, അത്ര പെട്ടെന്ന് കരയൊന്നുമില്ല അല്ലേ? ഇല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ചേച്ചി ഒരു കുറെ കാര്യങ്ങൾ പറയാം. അപ്പൊ മോളത് അഭിനയിച്ച് കാണിക്കണേ. നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു. ഓക്കെ, എങ്ങനെയാ? നന്ദുട്ടി ഇപ്പൊ ഒരു പാട്ട് പാടണം. ഓക്കെ, പക്ഷെ ഒരു പാട്ട് പഠിച്ചു വെച്ചിട്ടില്ലേ? ഏത് പാട്ടാ പാടാൻ പോണേ? വേടന്റെ പാട്ട്. വേടനെ ഭയങ്കര ഇഷ്ടാണോ? വേടനെ കണ്ടിട്ടുണ്ടോ? എവിടുന്നാ കണ്ടേ? മറന്നുപോയി. പ്രോഗ്രാമിന് പോയപ്പോ കണ്ടായിരുന്നോ? എന്ത് പറഞ്ഞു വേടൻ? അയ്യോ, ഉമ്മ തന്നോ? ഷോ ഫോട്ടോ ഒക്കെ എടുത്തോ? ഫോട്ടോ ഒക്കെ ഇഷ്ടൊക്കെ. എന്താ പറഞ്ഞേ? ചിരിച്ചൊന്നുമില്ല. വേടൻ ചിരിച്ചില്ലേ? അതെന്താ ചിരിക്കാത്തെ? വേടന്റെ ഫാൻസ് ഇപ്പൊ നോക്കൂട്ടോ, നമ്മളങ്ങനെ ചിരിക്കൊന്നുമില്ല. വേടൻ ചിരിച്ചു, നന്ദുട്ടി ചിരിച്ചില്ല. നല്ല ഹെയർ സ്റ്റൈൽ ഒക്കെ ആണല്ലോ. തരത്തില്ല. ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു, തരത്തില്ല. ഇത് വിഗാണോ? ശരിക്കുള്ള മുടിയാണോ? ശരിക്കുള്ള മുടിയല്ല. വിഗല്ല, ശരിക്കുള്ള മുടിയാണ്. തൊട്ടോട്ടെ. ഒറിജിനൽ. ഓക്കെ. ഈ ഹെയർ കെയറിങ് എങ്ങനെ? ഈ മുടിയൊക്കെ ഇത്ര സൂക്ഷിച്ചു വെക്കണേ? എന്തൊക്കെ ചെയ്യും ഹെയറിൽ? ഷാമ്പു തേക്കും. ഓക്കെ. സോപ്പ് ഇവിടെ തേക്കും. ഓക്കെ. സോപ്പ് വെച്ചാൽ ഫുള്ളും മുടി പോവും. ഓക്കെ. ഷാമ്പു മാത്രം വെച്ചാൽ പോത്തില്ല. അമ്മേന്റെ ബേബി ഷാമ്പു അമ്മേ, നമുക്ക് ബേബി ഷാമ്പു ഇതൊക്കെ ഞങ്ങൾക്ക് ഇന്റർവ്യൂല് ചോദിക്കാം, കാരണം ഇപ്പൊ ചോദിച്ചാൽ കിട്ടുന്നൊക്കെ അല്ലേ? ഇതേപോലെ വാങ്ങിക്കാറുണ്ടോ? മേക്കപ്പ് ഒക്കെ ഉണ്ടോ? അയ്യോ, സത്യമായിട്ട് വീഡിയോ കണ്ടാലേ മേക്കപ്പ് ചെയ്യും. ആരാ പുട്ടിയടിക്കണേ? അമ്മ. അത് ശരി. നന്ദുട്ടിന്റെ മേക്കപ്പ് ഒക്കെ അമ്മയാണ് കൊണ്ടുപോണേ. നന്ദുട്ടിക്ക് മേക്കപ്പ് ഇടാൻ തരാറുണ്ടോ? ഇഷ്ടമല്ല. കൺമഷി ഇഷ്ടല്ല. ഓക്കെ, അതെന്താ ഇഷ്ടമല്ലാത്തെ? ഇഷ്ടമല്ലാത്തതുണ്ട്. ഞാൻ ഏറെ കയറാൻ പോകേണ്ട പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ മേക്കപ്പ് ഇടുമ്പോഴേ ചേച്ചിക്ക് ഒരു മേക്കപ്പ് എന്തെങ്കിലും തരുമോ? പ്രൊഡക്റ്റ് എന്താ തരാം? ചേച്ചിക്ക് എന്നാ തരാം? നല്ല കൊച്ച, എല്ലാം ഷെയർ ചെയ്യും. കമ്മീഷൻ. ഇഷ്ടമല്ലാത്ത സാധനം ചേച്ചി കൊണ്ടുപോക്കോ? വേറെ എന്തൊക്കെ തരും അമ്മ? അമ്മയോട് ചോദിച്ചിട്ടേ തരത്തുള്ളൂ അല്ലേ? അമ്മ സമ്മതിക്കോ? സമ്മതിക്കും. ഓക്കെ, അമ്മ തരും. ഓക്കെ. ഗിമ്മി മമ്മ. ഇല്ലടാ, എന്റെ കയ്യിലൊന്നും ഇല്ല. ചേച്ചി മേക്കപ്പ് ഒന്നും ഇടാറില്ല. പിന്നെ അതൊക്കെ ജന്മനാ.
മേക്കപ്പ് ഇട്ട പോലെ തോന്നുന്നുണ്ടല്ലേ? ഉം. പക്ഷെ മേക്കപ്പ് ഇട്ടിട്ടില്ല. പിന്നെ ബ്രഷൊക്കെ അത് എപ്പോഴും അങ്ങനെ ഇരിക്കും. ചേച്ചിയുടെ മുഖം എപ്പോഴും ഇങ്ങനെയാ, പിങ്ക് കളറായിട്ടുണ്ടാവും. പിന്നെ ലിപ്സ്റ്റിക് അത് ഇട്ട പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ചേച്ചി ഇട്ടിട്ടില്ല. അതങ്ങനെയാ, ചേച്ചിയുടെ ചുണ്ട് അങ്ങനെയാ, ഇട്ട പോലെ തോന്നുന്നു. പക്ഷെ കൊച്ചിനെല്ലാം അറിയാട്ടോ. ശരിക്കില്ലേ നന്ദുട്ടി ചേച്ചിനെ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ ചേച്ചിനെ എങ്ങനെ ഒരുക്കും? ആ ആ ആ ഈ പപ്പേനും അമ്മേനെയും അച്ഛനും അമ്മേനെയും മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ ഒരാളെ തന്ന ആരെ മേക്കപ്പ് ചെയ്യും? ആരത്? അമ്മേനെ മേക്കപ്പ് ചെയ്യും. ഭയങ്കര ഇഷ്ടല്ലേ? ഈ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേ അവര് പറയാൻ ഞങ്ങളെ പേടിയേ ഇല്ലാന്ന്, ആരെയും പേടിയില്ലാന്ന് അങ്ങനെ പറഞ്ഞു. നന്ദുട്ടി അവരങ്ങനെ പറഞ്ഞു. പേടി ഉണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് അവരെ പേടിക്കാതെ. നന്ദുട്ടിന് നല്ല പേടിയാ. പാട്ട് പഠിച്ചിട്ടെന്ന് പറഞ്ഞു, ഒരു പാട്ട്, വേടന്റെ പാട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ വേടന്റെ പാട്ട്. എന്നെ കറുമ്പിയേ കണ്ണിക്കറിഞ്ഞേ മരിച്ചേ എണ്ടാൻ മുറിഞ്ഞേ എണ്ടാൻ പറഞ്ഞേ എന്നെ കറുമ്പിയേ കണ്ണിക്കുറിഞ്ഞേ മരിച്ചോ എണ്ടാൻ പറഞ്ഞേ ആ എണ്ടാൻ പറഞ്ഞേ എപ്പോ തൊട്ടിൽ മാണിക്കട്ടെ കണ്ടുപിടിച്ചവൾ മിന്നൽ കൊണ്ട് ഊഴിപ്പോയ നെഞ്ചറിഞ്ഞവൾ കത്തി സൂര്യവേ പൊട്ടുപൊട്ടു പട്ടോല എന്ന പറക്കല് ബാക്ക് ഓഫ് മരിച്ചതാ മേരി എണീച്ചവ സൂസി കടിമുൻ വെണ്ണായി നടന്നതോ മറിയതോ. ആ എന്റെ പൊന്നേ, ഇതാരാ? ചേച്ചിക്ക് പോലും പാടാൻ അറിയില്ല കേട്ടോ ഇത്രയും. അമ്മയാണ് നമ്മളെ പഠിപ്പിച്ചെടുക്കണേ. ഡെയിലി ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കോ അമ്മ? ഡാൻസ് പഠിക്കാൻ ആഗ്രഹമില്ലേ? ഡാൻസ് പഠിക്കാൻ തുടങ്ങിയില്ലേ? പഠിക്കാൻ തുടങ്ങിയില്ല? ഡാൻസ് പഠിക്കാൻ തുടങ്ങിയെന്നാണല്ലോ ഞാൻ കേട്ടത്. ഡാൻസ് പഠിക്കാൻ തുടങ്ങി. ഡാൻസിൽ എന്തൊക്കെ പഠിച്ചു? ഒരു സ്റ്റെപ്പ് പഠിപ്പിക്കൂ ചേച്ചിനെ. ശരിക്കും കാണിക്കേ. ടീച്ചറൊക്കെ നോക്കൂ കേട്ടോ, ഡാൻസ് ടീച്ചർ കറക്റ്റ് തന്നെയാ കാണിക്കണേന്ന്. ചേച്ചി പഠിക്കും, പാവം ചേച്ചിയല്ലേ. ചേച്ചിയില്ലേ കുറച്ച് ഡാൻസ് ഒക്കെ പഠിക്കുമ്പോഴേ കുറെ ഭാവങ്ങളൊക്കെ നമ്മൾ കാണിക്കണം. ഓക്കെ ഓക്കെ. ശൃംഗാരം എങ്ങനെ കാണിക്കുക? ശൃംഗാരം അത് രൗദ്രായി പോയി. ശൃംഗാരം ഇങ്ങനെ നാണൊക്കെ. അമ്മയോട് ചോദിക്കൂ ശൃംഗാരം എങ്ങനെ കാണിക്കണ്ടേ? ശൃംഗാരം സൂപ്പർ ശൃംഗാരം. ഓക്കെ, ഇനി ഹാസ്യം. ഇപ്പൊ നേരത്തെ കാണിച്ചോണ്ടിരുന്നത് ഇത് പുതിയ അടവാ, പുതിയ എക്സ്പ്രഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണോ ഹാസ്യം? ഓക്കെ സെറ്റ്. ഇനി അടുത്തത് കരുണ. കരുണത് അമ്മയെ കാണിച്ചിരും, അമ്മ കാണിച്ചിരുന്ന പോലെ ചെയ്താൽ മതി. കരുണം. ഓ സൂപ്പർ ഡാ. ഇനി രൗദ്രം. അതറിയാലോ, അത് പറയാതെ തന്നെ അറിയാലോ. അത് ശരിക്കും ഉള്ളതിന് ശരിക്കും എന്റെ ഇന്റർവ്യൂവിന് ഇടക്ക് കാണിച്ചാണോ? വീരം. ശരിടാ. ഓക്കെ. എനിക്ക് നന്ദുട്ടിക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? പേടിയില്ല. എനിക്ക് പേടിയാ. ഇപ്പൊ വലുതായിട്ട് ആരാവണെന്നാ പറഞ്ഞ നേരത്തെ? എൽസ. എന്തിനാ എൽസ ആവണേ? ഇഷ്ടമാ? അത് എൽസേന് എന്തുകൊണ്ട് ഇഷ്ടം? ഞാൻ കാർട്ടൂണൊക്കെ കാണാറുണ്ട്, പക്ഷേ അത് വന്നു. ഓക്കെ, അതുകൊണ്ട് എൽസയായി. ഓക്കെ. അത് വേറെ യൂണിവേഴ്സ് ആണ്, നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇതിപ്പോ രാത്രിയിലല്ലേ ഷൂട്ടൊക്കെ ചെയ്ത്? ഇപ്പൊ രാത്രി ഉറങ്ങാതൊക്കെ ഇരുന്നോ? രാത്രി ഉറങ്ങിയിരുന്നു, ചിലപ്പം കറി വെച്ചോ ഉറങ്ങും. ഓക്കെ, ഇപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ സിനിമയിൽ അഭിനയിച്ച? ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ശ്രീനിക. LKG സ്കൂളിൽ പോയി കണ്ടതാ? ഓക്കെ. LKG സ്കൂളിലല്ല,
4 ചുമ്മാ. എത്ര വയസ്സുണ്ട് ഇപ്പൊ? എത്ര വയസ്സുണ്ട് അത് പറ. 4 വയസ്സിൽ 4ാം ക്ലാസ് ഷോ കണ്ടാ പറയില്ലല്ലോ. ഈ ഹെയർ സ്റ്റൈൽ എപ്പോഴെങ്കിലും മാറ്റോ? എപ്പോഴും ഇതുപോലെ ആയിരിക്കോ? മാറ്റത്തില്ല. അത് ഉറപ്പാ. വളർത്താൻ വേണ്ടി പോവാണോ? ഓക്കെ, എത്ര വളർത്തണം? എനിക്ക് ഞാൻ മുടിയുടെ സൈസ് പറയാം. ഇവളം വരെ എനിക്ക് വളർത്തണം ആഗ്രഹം. ചവിട്ടുന്നത് മുടിയും ചവിട്ടുന്നത് ഇഷ്ടമില്ല, പക്ഷെ അത്ര വളർത്തണം അല്ലേ? ഓക്കെ, മോൾക്ക് നല്ല ആഗ്രഹമുണ്ട് മുടി വളർത്തണം എന്നല്ലേ. അപ്പൊ ഇനി നമുക്ക് വളർത്താം അല്ലേ? ഡോറ ലുക്ക് മാറ്റിയിട്ട് വേറെ പുതിയ ലുക്ക് പിടിക്കാം. ഇല്ല ഓക്കെ ശരി. അമ്മക്ക് ഇഷ്ടമാണോ മുടി വളർത്തണേ? ഇഷ്ടമല്ല, എപ്പോഴും മുടി ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം. ഓക്കെ, പക്ഷെ മോൾക്ക് ഇഷ്ടമാണ് മുടി വളർത്താനൊക്കെ അല്ലേ? അച്ഛന് ഇഷ്ടമല്ല. അതെന്താണ് നിനക്ക്? ഞങ്ങളുടെ വീട്ടിലെ മുടി കട്ട് ചെയ്യാൻ വിടില്ലായിരുന്നു. ശരി, നമുക്ക് ഇപ്പൊ കുറെ സിനിമയിൽ അഭിനയിച്ചു. ഓരോരുത്തർക്ക് നന്ദൂട്ടിനെ കാണണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി ആളുകളുണ്ട്. നന്ദൂട്ടിക്ക് മെസ്സേജ് ഒക്കെ അയക്കും, വോയിസ് അയക്കും, ഗിഫ്റ്റ് അയക്കും. ഒത്തിരി പേര് നന്ദൂട്ടിനെ ഇഷ്ടപ്പെടുന്നില്ലേ? അവർക്കൊക്കെ ഒരു ഉമ്മ കൊടുത്തേ, ഫ്ലൈങ് കിസ്. എല്ലാവരും എനിക്ക് ഇഷ്ടാ പറ. എന്താ പറഞ്ഞ പ്ലാസ്റ്റ്? ഓക്കെ, എല്ലാവരും എനിക്ക് ഇഷ്ടാന്ന് പറ. എല്ലാവരും എനിക്ക് ഇഷ്ടാ. എല്ലാരും എനിക്ക് ഇഷ്ടമാ. എനിക്ക് ടോയ് എല്ലാരും എനിക്ക് ഇഷ്ടമാണ്. ചിരിച്ചോണ്ട് പറ. എല്ലാരും എനിക്ക് ഇഷ്ടമാ. ടോയ് അയച്ചു തന്നാ മതി. പിന്നെ ടോയ് ആണ് വേണ്ടത് നമുക്ക്. എല്ലാരും ടോയ് അയക്കണം കേട്ടോ. എല്ലാരും ടോയ് അയക്കണം. താങ്ക് യു. സന്തോഷം എന്നൊക്കെ. ബൈ.